ചേട്ടാ, ഒരൊറ്റ ചോദ്യം. ശശി തരൂർ കോൺഗ്രസിനകത്ത് ഒരു ചാവേറായിട്ട് പൊട്ടിത്തെറിക്കുമോ? ശശി തരൂരിനെ കുറിച്ചുള്ള ചർച്ചകളാണ് കോൺഗ്രസിൽ നടക്കുന്നത്. ഉണ്ണിത്താനൊക്കെ ശശി തരൂരിനെ വിമർശിച്ചിരിക്കുകയാണ്. അതായത് കോൺഗ്രസിൽ നിന്ന് സ്ഥാനമാനങ്ങളെല്ലാം നേടിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ BJPയുടെ സ്ഥാനമാനങ്ങൾ തേടി പോവുകയാണെന്നൊക്കെയാണ് ഉണ്ണിത്താൻ വിമർശിച്ചിരിക്കുന്നത്. തരൂർ പറയുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാനെന്ത് പറയാനാണെന്നാണ് തരൂർ പറഞ്ഞത്. ശശി തരൂർ കോൺഗ്രസ് യോഗത്തിലും പങ്കെടുത്തു. അതേസമയം കോൺഗ്രസ് പരമാവധി അവഗണിക്കാൻ ശ്രമിക്കുന്നുണ്ട് തരൂരിനെ. കാരണം തരൂരിനെ ഒന്നിനും പങ്കെടുപ്പിക്കുന്നില്ല, ഒരു വിഷയത്തിലും വിളിക്കുന്നില്ല എന്നുള്ളതാണ് തരൂരിൻ്റെ പരാതി. തരൂർ ചെയ്തത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങളിൽ BJP നയിച്ച പാനലിൻ്റെ നേതൃത്വം കൊടുത്തുകൊണ്ട് അവിടെയെല്ലാം പോയി ഇന്ത്യയെക്കുറിച്ച് സംസാരിച്ചു, രാജ്യത്തെക്കുറിച്ച്, രാജ്യ താല്പര്യത്തെക്കുറിച്ച്, ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് സംസാരിച്ചു എന്നുള്ളതാണ് തരൂർ ചെയ്തത്. പക്ഷേ തരൂരിനെതിരെ ഒരു വലിയ വിഭാഗം തന്നെ കോൺഗ്രസിൽ രംഗത്തുണ്ട്. തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, അങ്ങ് പോയാലോ എന്നുള്ള ചിന്തയിലാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നല്ല സ്ഥാനമാനങ്ങൾ കൊടുത്താൽ അദ്ദേഹം ഒരു നല്ല നേതാവാണ്. അദ്ദേഹം ഒരുപാട് UN അണ്ടർ സെക്രട്ടറിയായിട്ടടക്കം അത്രയധികം പദവികൾ വഹിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അത്രയധികം ബൗദ്ധികമായ ജ്ഞാനമുള്ള ഒരു വ്യക്തിയാണ് ശശി തരൂർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കിട്ടിയാൽ BJP പോലൊരു പ്രസ്ഥാനത്തിന് അതൊരു വലിയ മുതൽക്കൂട്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തരൂർ ഒരു അധികാരമോഹിയാണോ? തരൂർ അധികാരമോഹി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അവർ അധികാരത്തിന് വേണ്ടിയാണല്ലോ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ തരൂരിനെ മാത്രമായിട്ട് എന്തിനു പറയണം? എല്ലാവർക്കും അധികാരമോഹമുണ്ട്. അതുകൊണ്ടല്ലേ ചെന്നിത്തലയും സതീശനും KC വേണുഗോപാലും ഒക്കെ ഇത്തരത്തിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കിടന്ന് കടിപിടി കൂടുന്നത്. അതുപോലെ തന്നെ ഇവിടെ CPM-ൽ എടുത്ത് നോക്കിയാലും എല്ലാവർക്കും അധികാരമോഹങ്ങളുണ്ട്. BJP-യിൽ എന്താ സംഭവിക്കുന്നത്? രാജീവ് ചന്ദ്രശേഖരനെ ആക്കിയപ്പോൾ ബാക്കിയുള്ളവരെല്ലാം കൂടെ തിരിഞ്ഞില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിൽ വരുന്നവർക്കെല്ലാം അധികാരമോഹം ഉണ്ടാവും. പിന്നെ തരൂരിനെ പോലെ അത്രയും വലിയൊരു പ്രഗത്ഭനായ, അല്ലെങ്കിൽ ഇത്രയും ലാംഗ്വേജസ് അറിയാവുന്ന, അത്രയും ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി സംസാരിക്കുന്ന, അല്ലെങ്കിൽ UN അണ്ടർ സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾക്ക് മോഹം ഇല്ലെന്ന് പറയുന്നത് എന്തിനാണ്? അയാളുടെ ആ ഒരു ഇമേജും അയാളുടെ കഴിവുകളും ഒരു അധികാര കേന്ദ്രത്തിലിരുന്നുകൊണ്ട് അത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോഗിക്കുമ്പോഴാണല്ലോ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ജീവിതം പൂർണ്ണമാകുന്നത്. അപ്പോൾ അധികാരമോഹം എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എല്ലാവർക്കും അധികാരമോഹമുണ്ട്. AK ആൻ്റണിക്ക് പോലും അധികാരമോഹം ഉണ്ടായിരുന്നല്ലോ. എത്ര തവണ അദ്ദേഹം മത്സരിച്ചു. എന്തിനു പറയുന്നൊക്കെ തിരുത തോമസ്, KV തോമാച്ചൻ, ഇപ്പോൾ ഇത്രയും കോൺഗ്രസിൻ്റെ എല്ലാ സകലമാന പ്രധാനമന്ത്രി ഒഴികെയുള്ള ബാക്കി എല്ലാ പദവികളും വഹിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പം 90-ാമത്തെ വയസ്സിൽ വീണ്ടും സീറ്റ് കൊടുത്തില്ലെന്നും പറഞ്ഞില്ലേ ഇപ്പം CPM-ൽ പോയിട്ട് അവിടുത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട അധികാരത്തിലേക്ക് വന്നിരിക്കുമല്ലേ. അതിൻ്റെ യാത്രാപ്പടി തന്നെ ലക്ഷങ്ങൾ എഴുതിയെടുത്തുകൊണ്ടിരിക്കുക. അത് എത്ര പെൻഷനാണ് കിട്ടുന്നത്? അപ്പോൾ അധികാരം എല്ലാവർക്കും ആഗ്രഹമുണ്ട്, അതിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ KPCC പ്രസിഡൻ്റ് ആവാൻ തന്നെ എത്ര പേർക്ക് അടിയായിരുന്നു. ഇപ്പം സണ്ണി ജോസഫിനെ ആക്കിയപ്പോൾ പഴയ ആൾക്കാർ, പരിണിതപ്രജ്ഞരായിട്ടുള്ളവർ വരെ എണീറ്റ് വന്നില്ലേ. ഈ തിരുവഞ്ചൂർ തന്നെ എന്തുമാത്രം അധികാരമോഹമുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും അധികാരമോഹമുള്ളവർ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും അധികാരത്തിന് വേണ്ടി തന്നെയാണ് എല്ലാവരും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇനി കോൺഗ്രസിൽ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. BJP പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ആയി തീരാൻ കഴിയും. കാരണം ഒന്നുകിൽ ഉപരാഷ്ട്രപതിയാകാം, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയൊക്കെ ആകാം. അതുമാത്രമല്ല BJPക്ക് നേട്ടമാണ്. തരൂരിനെ പോലെ ഒരാളിനെ കിട്ടിക്കഴിഞ്ഞാൽ തിരുവനന്തപുരമൊക്കെ സീറ്റ് നിഷ്പ്രയാസം അടുത്ത തവണ പിടിക്കാനൊക്കെ പറ്റും. വേറൊരു കാര്യം, ഈ തരൂര് കേരളത്തിലെ കോൺഗ്രസുമായിട്ട് നേരത്തെ തന്നെ വലിയ അടുപ്പമൊന്നും ഇല്ലാത്ത ഒരാളല്ലേ ശരിക്കും പറഞ്ഞാൽ. ആ തിരുവനന്തപുരത്ത് വരുന്നു, മത്സരിക്കുന്നു, MP ആയിട്ട് പോകുന്നു. പിന്നീട് ഇദ്ദേഹം ഡൽഹിയിൽ തന്നെ അല്ലേ. കേരളത്തിലെ കോൺഗ്രസുമായിട്ട് അദ്ദേഹത്തിന് വലിയ അടുപ്പമൊന്നുമില്ലല്ലോ. പിന്നെ എന്തിനാണ് ഇദ്ദേഹം ഈ കേരളത്തിൽ ഞാനാണ് ഇനി അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലുള്ള ഒരു സർവേ ഒക്കെ ഇദ്ദേഹം തന്നെ ഉണ്ടാക്കിയെടുത്ത സർവേ ആണെന്നാണ് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സർവേ വരുന്നു. ആ സർവേയുടെ റിസൾട്ടിൽ നോക്കൂ, കേരളത്തിൽ ഇനി അടുത്ത മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ളയാൾ ശശി തരൂർ എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. ഈ കേരളത്തിലെ കോൺഗ്രസുമായിട്ട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ഒരാൾ കൃത്യമായിട്ട് ഈ അധികാരത്തിന് വേണ്ടി മാത്രമല്ലേ ഇപ്പം കേരളത്തിലേക്ക് വരാൻ തയ്യാറാകുന്നു. അല്ലല്ല, ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം അതൊക്കെ എടുത്തിട്ടത് കൊണ്ട് കത്തിപ്പടർന്നത് ചെന്നിത്തലയൊക്കെയാണ്. കാരണം ഈ പറഞ്ഞതുപോലെ ഇവരാകെ പേടിച്ചു പോയി. കാരണം ഈ ഓരോരുത്തരെ എങ്ങനെയും വകഞ്ഞു മാറ്റാം, അല്ലെങ്കിൽ അവനെ കൊന്നിട്ട് കയറാമെന്നും പറഞ്ഞിരിക്കുമ്പോൾ ആളിൻ്റെ എണ്ണം കൂടി വരികയാണ്. ഇപ്പോൾ ചെന്നിത്തലയൊക്കെ വിചാരിച്ചിരിക്കുന്നത് സതീശനെയും KC വേണുഗോപാലിനെ എങ്ങനെയെങ്കിലും ചവിട്ടിയാൽ തനിക്ക് മുഖ്യമന്ത്രിയാവാം. തിരിച്ച് സതീശൻ പറയുന്നത് ഈ ചെന്നിത്തലയും KCയും ചവിട്ടിക്കഴിഞ്ഞാൽ തനിക്ക് മുഖ്യമന്ത്രിയാവും. KC വേണുഗോപാൽ വിചാരിക്കുന്നത് ഇവന്മാരെല്ലാം ഇവിടെ കിടന്ന് അടിക്കട്ടെ, ഞാൻ ചെന്ന് സോണിയാഗാന്ധിയുടെ അടുക്കളയിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കാകാം എന്നാണ് KC വേണുഗോപാൽ.
അതിൻ്റെ ഇടയിൽ ദാണ്ട് വേറൊരാൾ പൊക്കിക്കൊണ്ട് വരുന്നു എന്ന് പറഞ്ഞ് ഇവന്മാരെല്ലാം കൂടെ തമ്മിലടിയായി. അതായത് മറ്റേ സന്ദേശ സിനിമയില്ലേ, സന്ദേശ സിനിമയിലല്ലേ അവന്മാർ രണ്ടുപേരും മര്യാദക്കുമ്പോഴേക്കും അടുത്തവൻ കൂടി. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ അത് ശശി തരൂർ അങ്ങനെ ചെയ്തത് എനിക്ക് തോന്നുന്നു ഇവന്മാരെ തമ്മിൽ അടുപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടിയായിരിക്കും. കാരണം ശശി തരൂരിന് ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കാൾ ഉപരി അദ്ദേഹം ഉദ്ദേശിക്കുന്നത് BJP-യിലൊക്കെ പോയി കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിയാകാം, അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയാവാം, ഭാവിയിൽ രാഷ്ട്രപതി പോലും ആയേക്കാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ കേരള മുഖ്യമന്ത്രിക്ക് ഇവിടെ കിടന്ന് ഈ കടിപിടി കൂടേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ KC വേണുഗോപാൽ ഈ സമയമാകുമ്പോൾ എന്തായാലും അവിടെ ചെന്ന് സോണിയാഗാന്ധി എടുത്ത് രാഹുൽ ഗാന്ധി എടുത്ത് പറയും, അമ്മേ ഇത് ഇവിടെ എന്ന് പറഞ്ഞ ഇവന്മാരെല്ലാം തമ്മിലടിയാ, ഞാൻ ചെത്താലേ ശരിയാവത്തോളം എന്ന് പറയുമ്പോൾ അമ്മ പറയും മോൻ പൊക്കോ എന്ന് പറയും. അപ്പോഴത്തേക്ക് ഇവന്മാർ ഇവിടുന്ന് വണ്ടി വിളിച്ച് ഡൽഹിയിലെത്തുമ്പോഴത്തേക്ക് ഇവിടെ സത്യപ്രതിജ്ഞ കഴിയും. അപ്പോൾ അതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഈ പറഞ്ഞതുപോലെ ശശി തരൂരിന് എന്തായാലും നല്ല കഴിവുണ്ട്. അയാളെ പോലെ കഴിവുള്ളൊരു വ്യക്തി കോൺഗ്രസ് വേറെ ഇല്ല, രാഹുൽ ഗാന്ധി പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരാളിനെ ഉയർത്തിക്കൊണ്ട് വന്ന ഇവന്മാർക്ക് തന്നെ പാരയാവും എന്നുള്ളതുകൊണ്ട് ഇവന്മാർ തന്നെ ചവിട്ടി പുറത്താക്കും. അപ്പോൾ ശശി തരൂർ അതാണ് ആഗ്രഹിക്കുന്നത്. കാരണം നമ്മളില്ല ചിലർ സ്കൂളിൽ പോകാൻ മടിയുള്ള പിള്ളേരെ എന്തെങ്കിലുമൊക്കെ കുഴപ്പം കാണിച്ചുകൊണ്ടിരിക്കും, അപ്പം സ്കൂളിൽ നിന്ന് പുറത്താക്കുമല്ലോ. അതുപോലെയാണ് ശശി തരൂർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല സ്കൂളിൽ നിന്ന് ഇപ്പം തനിയെ ഇറങ്ങിപ്പോയാൽ വീട്ടുകാരെല്ലാം വഴക്ക് പറയും, ഇതാകുമ്പോൾ പുറത്താക്കി, ടീച്ചർ പുറത്താക്കി എന്ന് പറയാമല്ലോ. അപ്പോൾ അതുപോലെ ഇരിക്കുവാണ് ശശി തരൂർ. എങ്ങനെയെങ്കിലും അവന്മാരൊന്ന് ചവിട്ടി പുറത്താക്കിയെങ്കിൽ എന്നും പറഞ്ഞാണ് ശശി തരൂർ ഇരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ശശി തരൂരിന് വന്ന് പറയാമല്ലോ, ഞാൻ അവിടെ മാന്യമായിട്ട് നിന്നാണ്, എന്നെ അവന്മാരെല്ലാം കൂടെ ചവിട്ടി പുറത്താക്കി, അതുകൊണ്ട് ഞാൻ BJP-യിലേക്ക് പോയെന്ന് പറയാം, ബലിയാടാവാൻ വേണ്ടി. അതിനുവേണ്ടിയാണ് ശശി തരൂർ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഏത് തരത്തിൽ അത് വിജയം കാണുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടി വരുന്നത്. ഏതായാലും ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം BJP-യെ സംബന്ധിച്ച് ഒരു വലിയ അസറ്റാണ് തരൂരിനെ പോലെയുള്ളൊരു നേതാവിനെ കിട്ടുന്നത്. അതുമാത്രമല്ല അദ്ദേഹത്തെ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ ഓരോ മണ്ഡലങ്ങൾ അടക്കം പിടിക്കുക. അതുമാത്രമല്ല നിയമസഭയിലേക്ക് വന്നാൽ അതിനു മുമ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശശി തരൂർ BJP-യിൽ എത്തിക്കഴിഞ്ഞാൽ മറ്റൊരു നേട്ടം കൂടിയുണ്ട്. കേരളത്തിലെ BJP-യെ നയിക്കുന്നത് ശശി തരൂരാണ്. അഥവാ BJP വിജയിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനം ശശി തരൂരിന് നൽകുമെന്ന രീതിയിലൊരു പ്രചരണം നടത്തിക്കഴിഞ്ഞാൽ കുറേ ഒരു 7-8 സീറ്റുകൾ അവിടെ ഇവിടെയൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. തിരുവനന്തപുരത്തും തൃശ്ശൂരും മഞ്ചേശ്വരവും അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനമുള്ള പല നിയോജക മണ്ഡലങ്ങളും ഉണ്ട്. അവിടെയൊക്കെ നാഞ്ഞു പിടിച്ച നല്ല നേതാക്കളെയൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ BJP-യെ സംബന്ധിച്ചിടത്തോളം അത് ഇനി വോട്ട് മറിയും. ഇപ്പോൾ നേമത്തും വട്ടിയൂർക്കാവിലും ഒക്കെ കൊണ്ടുവന്ന് ഒരിടത്ത് ശശി തരൂരിനെ, ഒരിടത്ത് രാജീവ് ചന്ദ്രശേഖരനെയൊക്കെ നിർത്താം, കഴക്കൂട്ടത്ത് V മുരളീധരനെ നിർത്താം, ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനെ നിർത്താം, മഞ്ചേശ്വരത്ത് K സുരേന്ദ്രനെ നിർത്താം. അതെ അതെ, അത് അങ്ങനെയാണ്. കഴിഞ്ഞ തവണ പിന്നെ വിമാനത്തിലൊക്കെ ഫ്ലൈറ്റിൽ ഹെലികോപ്റ്ററിലൊക്കെ പോയി കുളമാക്കിയതാണ്. ഏതായാലും ഒരു മണ്ഡലത്തിൽ നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ കഷ്ടിച്ച് ജയിച്ചു പോയനായിരുന്നു. 2 തോണിയിൽ കാല് വെച്ച് അമിത ആവേശം കാണിച്ചതാണ് കുഴപ്പമായത്. ഏതായാലും അങ്ങനെയൊക്കെ വന്ന് ഇപ്പോൾ സുരേഷ് ഗോപി മത്സരിച്ച തൃശ്ശൂരിൽ തന്നെ പല നിയോജക മണ്ഡലങ്ങളിലും, മിക്കവാറുള്ള നിയോജക മണ്ഡലങ്ങളിലെല്ലാം BJP ഒന്നാമത് തന്നെ. അപ്പോൾ അവിടെയൊക്കെ കൊണ്ടുവന്ന് നല്ല സ്ട്രോങ് സ്ഥാനാർത്ഥികളെ നിർത്തി നല്ല രീതിയിലൊരു പ്രചരണം നയിച്ചാൽ BJP-ക്ക് കുറച്ച് സീറ്റും ഒക്കെ കിട്ടും. അപ്പോൾ അത് ഈ കോൺഗ്രസ്സിലെ അവന്മാർ മനസ്സിലാക്കുന്നില്ലെന്നുള്ളതാണ്. ഈ ശശി തരൂരിനെയൊക്കെ സംരക്ഷിച്ച് നിർത്തേണ്ടത് കോൺഗ്രസ് ആണ്. അല്ലാതെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ഇവന്മാർക്ക് തന്നെ പണിയാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.